ദൈവം പറഞ്ഞു, നീ പോയി. അപ്പൊ പ്രാർത്ഥനാ മുറിയിൽ കിട്ടിയ ഒരു ദൂത ആഹാബിനോട് ചെന്ന് പറഞ്ഞു. ഈ ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു കാര്യം തീരുമാനിച്ചു, എനിക്ക് വേണ്ടി ഇത്ര ചങ്കൂറ്റത്തോടെ നിന്നെങ്കിൽ അവന്റെ കാര്യം ഞാൻ നോക്കും. ഞാനിതൊന്നും വ്യാഖ്യാനിച്ചു പോകുന്നില്ല, ഞാൻ ആ ചിന്തയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് പറയുന്നത്. എൻ്റെ കാര്യത്തിന് വേണ്ടി നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇവന് കഴിഞ്ഞെങ്കിൽ ഇവന്റെ കാര്യം ഞാൻ നോക്കും. ദൈവം ഇറങ്ങി വന്നിട്ട് അവരോട് പറഞ്ഞു, ഇവനെ നീ ഇവിടെ നിൽക്കണ്ട, നീ കെരീത്തോട്ടിൽ പോയിരുന്നോ, നിനക്ക് കഴിക്കാനുള്ള ആഹാരവും കുടിക്കാനുള്ള വെള്ളവും ഞാൻ അവിടെ. ഇപ്പൊ എന്റെ സ്ഥിതി എന്താണെന്നറിയാമോ? ഈ കെരീത്തോട്ടിൽ പോയിരുന്ന് പുള്ളി ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാമോ? അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഇനി ഞാൻ തിരിച്ചു പറയുന്നത് വരെ മഴ പെയ്യരുത്. അതിനുവേണ്ടി അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, 17-ാം അധ്യായത്തിൽ. ആകാശത്ത് മഴ പെയ്യായ കൊണ്ട് തോട്ടിലെ വെള്ളം വറ്റി. അപ്പൊ എന്റെ ചിന്ത ഇതാണ്, പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥിച്ചവൻ ആദ്യം അനുഭവിക്കുക. ക്രൈസ്തവോ, പ്രാർത്ഥനയുടെ ശക്തി ആരാ അനുഭവിച്ച ആദ്യം? ഇത് പ്രാർത്ഥനാ മുറിയിൽ കിട്ടിയ ദൂതാണെന്ന് ദൈവം പറഞ്ഞതാണെന്നൊക്കെ ആർക്കും അറിയാവുന്നേ? ആഹാബിനോ ഇസ്രായേലുള്ളവർക്കൊന്നും അറിയത്തില്ല. അവൻ കയറി ചെന്ന് ദൂത് വിളിച്ചു പറഞ്ഞു. പക്ഷെ ഇതിന്റെ അകത്തളത്തിലെ കഥയെ അറിയാവുന്നത് ഏലിയാവിനെ അറിയത്തുള്ളൂ. അവൻ കെരീത്തോട്ടിൽ മഴ പെയ്യാതെ തോട്ടിലെ വെള്ളം പറ്റിയപ്പോൾ തനിക്കത് പ്രതികൂലമാണ്. മനസ്സിലായോ? ഏലിയാവിന് റിസൾട്ട് പ്രതികൂലമാണ്. പക്ഷെ ഏലിയാവ് പ്രതികൂലമാണെന്ന് പറഞ്ഞ് പുറകോട്ട് പോകുകയല്ല, എന്റെ പ്രാർത്ഥനയുടെ ശബ്ദത്തിന്റെ റിസൾട്ടാണ് എന്ന് പറഞ്ഞ് ആ ശക്തിയെ തിരിച്ചറിയുക. അവർക്ക് മനസ്സിലായി. എന്താ ഈ ശക്തി അറിയാൻ കാരണം എന്നറിയാമോ? അവൻ ദൈവത്തെ അനുസരിച്ചു. പ്രാർത്ഥനയുടെ ശക്തി എങ്ങനെ അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. അവൻ ദൈവം പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ നിന്ന് നീ കെരീത്തോട്ടിൽ പോകാൻ, അതനുസരിച്ചു. അതാണ് ഇസ്മാത്തി പാസ്റ്റർ മുമ്പ് പറഞ്ഞത്. ഇന്ന് പ്രാർത്ഥിക്കാൻ ഒത്തിരി ആളുകളുണ്ട്, നിയമം പാലിക്കാനും നിയമത്തിന് വേണ്ടി നിൽക്കാനും ആരുമില്ല. സ്തോത്രം. ശൗമേൽ പ്രവാചകൻ ശൗലിനോട് പറഞ്ഞതെന്നറിയാമോ? നിന്റെ യാഗമല്ല എനിക്ക് വേണ്ടത്. ആദ്യം അവൻ പലതും കൊണ്ടുവന്നു, പക്ഷെ നീ ആദ്യം എന്നെ അനുസരിച്ചിട്ട് ഇത് ചെയ്യാൻ. ദൈവത്തെ അനുസരിക്കണം. പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയണമെങ്കിൽ സ്തോത്രം. ദാനിയേല് ഉപവസിച്ചു പ്രാർത്ഥിച്ചു, 21 ദിവസം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ശക്തിയെ ദേശശക്തി കെട്ടിയെന്ന് നമ്മളോട് വായിക്കുന്നത് അല്ലേ? പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ത് ചെയ്തു? തടഞ്ഞു. പക്ഷെ ഈ തടയപ്പെട്ടതിന്റെ റിസൾട്ട് തടഞ്ഞെങ്കിലും റിസൾട്ട് എന്തുകൊണ്ടാണ് ദാനിയേൽ അനുഭവിച്ചത്? അവന്റെ പ്രാർത്ഥനയെ തടഞ്ഞെങ്കിലും എന്താ അനുഭവിച്ചത്? അവൻ ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു. രാജാവിന്റെ ഭക്ഷണമേശയിൽ ഇഷ്ടം പോലെ സാധുവൻ ഭക്ഷണം ഒരുക്കപ്പെട്ടപ്പോഴും നെഞ്ചത്ത് കൈവച്ചു പറഞ്ഞു, എന്റെ പ്രമാണം വെച്ച് എനിക്കിത് വിലക്കപ്പെട്ടതാണ്, ഞാനിത് കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നവൻ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയും. എത്ര വലിയ ശക്തി നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ എഴുന്നേറ്റ് വരട്ടെ. നേതാക്കന്മാരോ സഭയോ ദൈവത്തിന്റെ അഭിഷിക്തന്മാരോട് ഞാൻ ദൂതായി വിളിച്ചു പറയാം, ദേശശക്തികൾ പ്രാർത്ഥനയ്ക്കെതിരെ വെല്ലുവിളി ഉയർത്തട്ടെ. ദൈവത്തെ അനുസരിക്കുന്ന ഒരു അഭിഷിക്തന്റെ പ്രാർത്ഥനയെ തടയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ കുടുംബത്തിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ശരീരത്തിലെ ആരോഗ്യത്തിനെതിരെ, ആത്മീയ അനുഭവങ്ങൾക്കെതിരെ ശത്രു വെല്ലുവിളി ഉയർത്തി അവന്റെ തന്ത്രങ്ങൾ വരെയോ ദൈവത്തെ അനുസരിക്കുന്ന ദാനിയേലേ, നിനക്ക് വേണ്ടി സിംഹത്തിന്റെ വായടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രുക്കൾ തീയുടെ ബലത്തെ കരുത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം പറയാൻ എത്ര പേര് തന്നെയാകത്തുണ്ട്. മനസ്സിലായ ദൈവദാസന്മാരെ, പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയണമെങ്കിൽ ദൈവത്തെ അനുസരിച്ചു.
രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ പോവുകയാണ്. പ്രാർത്ഥനയുടെ ശക്തി ഒന്നാമത് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിച്ച് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, പ്രാർത്ഥിച്ച നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഈ ശക്തി വെളിപ്പെടുന്നത്. രണ്ട്, ഒരു കുടുംബത്തിൽ ഈ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുവാണ്. എലിയാവ് ഇവിടെ എഴുന്നേറ്റ് നേരെ പോകുന്നത് സാരഫാത്തിലെ വിധവയുടെ വീട്ടിലേക്കാണ്. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ദേവദാസൻ പറഞ്ഞു, ചില കുടിക്കാൻ വെള്ളം തരാമോ? പോരുന്ന വഴിക്ക് നീ ഒരപ്പം കൂടെ തന്നേക്കാമോ? ഇവിടെ പറഞ്ഞു, ഞങ്ങളിത് ഉണ്ടാക്കി മരിക്കാനില്ല, വേറെ ഒരു വഴിയില്ല, ഈ മരം പറക്കുന്നത് അതിന് തന്നെയാണ്. വിവാസം പറഞ്ഞു, നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നോക്കിക്കേ, ദൈവത്തെ മാനിച്ച കുടുംബം, ആ കുടുംബത്തിൽ രണ്ട് നിലയിലെ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെട്ട. അഭിഷിക്തൻ നിന്റെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൃപയുള്ള ദൈവദാസനും ദൈവസഭയെ ശുശ്രൂഷയ്ക്ക് ദൈവമാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ കുടുംബം ദൈവത്തെ മാനിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടും. 3 വർഷം കലത്തിലെ മാവും തീർന്നില്ല, ഭരണിയിലെ എണ്ണയും പറ്റിയില്ല. 1 മാസമല്ല, 3 മാസമല്ല, 3 വർഷം. എന്തുകൊണ്ടാണ്? ദൈവത്തെ മാനിച്ച ഒരു കുടുംബം. 2, ആ വീട്ടിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് മോന്റെ മേലൊരു രോഗം വന്നു, മരിക്കാൻ പോവുക, ശ്വാസമില്ല, നിലച്ചു. പക്ഷെ മരണത്തിൽ നിന്ന് തലമുറയെ ജീവിപ്പിച്ചു. ആ കുടുംബത്തിൽ ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ശക്തി 2 നിലയിലാണ് വെളിപ്പെട്ടത്. 2 നിലയിൽ ഈ കുടുംബം പ്രാർത്ഥനയുടെ ശക്തി അനുഭവിക്കാനുള്ള കാരണം എന്തെന്നറിയാമോ? കൊടുത്ത സമയത്ത് ദൈവത്തിന് വേണ്ടി മാനിച്ചു നിന്നു. ദൈവത്തെ മാനിച്ച് നിൽക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയാം, പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയാം, നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ദൈവത്തെ മാനിച്ചാൽ നമ്മളെ ദൈവം മാനിക്കും. ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി നിന്നതും, ദൈവമക്കളൊന്ന് ചിന്തിച്ചേ, കൊടുത്തതും സഹായിച്ചതും പ്രാർത്ഥിച്ചതും കൂടെ ട്രാക്ട് എടുത്തുകൊണ്ട് പോയതും കഷ്ടങ്ങളുടെ നടുവിൽ പുറകോട്ട് പോകാതെ ആത്മഭാരത്തോടെ ഉറച്ചു നിന്ന ദൈവമക്കളുടെ ഉദ്ധാരണത്തിന് വേണ്ടി നിന്നത് ദൈവം കണക്കിട്ടതല്ലേ? ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന നന്മയും ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സന്തോഷവും നമ്മുടെ തലമുറയിലൂടെ കാണുന്ന അഭിവൃദ്ധിയൊക്കെ ഒരു ദിവസം പൊട്ടിമുളച്ച് ഉണ്ടായതല്ല. ഇന്നലകളിൽ ദൈവത്തെ ദൈവദാസന്മാരെ മാനിച്ചതിന്റെ നന്മയാണ് അനുഭവിക്കുന്നതെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. രണ്ടാമത്തെ ചിന്ത, ഒരു വീട്ടിൽ പ്രാർത്ഥനയുടെ ശക്തി അനുഭവിക്കാനുള്ള കാരണം ആ കുടുംബം ദൈവത്തെ മാനിച്ചു. ഇവിടെ സ്റ്റേറ്റ് കൺവെൻഷൻ വരാൻ പോവുക. ഇവിടെ സെബാസ്റ്റ്യൻ പാസ്റ്റർ പറഞ്ഞു, കൺവെൻഷന് വിവിധ സെക്ഷനുകളിൽ ഫുഡ് വേണം. 200 പേർക്ക്, 300 പേർക്ക്, 500 പേർക്ക്, 100 പേർക്ക്. ഇവിടെ വൈകുന്നേരം 4 മണിക്ക് 100 പേർക്ക് ചായ വേണം, പഴംപൊരി വേണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം. രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് 10,000 രൂപയാണ്. 4 മണിക്ക് ചായക്ക് വരുന്നത് സ്വന്തം. ഈ പുറയില് വലിയ വരുമ്പോൾ പേടിയാണ്. സ്വന്തം സമയമായിട്ടില്ല, 45 മിനിറ്റ് 3/4 വരെ സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെയൊക്കെ കയ്യിൽ ദൈവം എത്ര തന്നിട്ടുണ്ട്. എത്ര സാധനം കഴിച്ച് ബാക്കി വന്നിട്ട് ഫ്രീസറിലേക്ക് തള്ളിക്കയറ്റി വെക്കുന്നു, പിന്നെ ഉപയോഗിക്കാൻ കഴിയാതെ വേസ്റ്റ്